ഈ കേരളത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായ ഒരു വ്യക്തിയെ ഈ ധർമ്മടത്തിൻ്റെ മണ്ണിൽ തോൽപ്പിക്കണമെന്ന് അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ പിന്തുണയുണ്ട്. 139 സ്ഥലത്തെയും വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ധർമ്മടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ്. ആ 130 ലോക മലയാളികളുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായും ഇവിടെ നടക്കും. പിണറായി വിജയൻ തോൽക്കും. ചരിത്രത്തിൽ ആദ്യമായി UDFിൻ്റെ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു UDF MLA ധർമ്മടത്തുണ്ടാവും. കേരളത്തിലെ VVIP മണ്ഡലങ്ങളിലൊന്നാണ് ധർമ്മടം. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം തവണ മത്സര രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ നേരിടാൻ വേണ്ടി UDF നിയോഗിച്ചിരിക്കുന്നത് യുവ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെയാണ്. ഇപ്പോൾ അബ്ദുൾ റഷീദ് നമ്മോടൊപ്പം ശരിയാണ്. ധർമ്മടത്താണ് രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങിയത്. തളിപ്പുറം നേരെ ധർമ്മടത്തേക്കാണ് വന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ദിവസം ധർമ്മടത്ത് പ്രചരണം നടത്തിയപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? ധർമ്മടം ഞാനിപ്പോൾ പഞ്ചായത്തുകളിൽ 2 റൗണ്ട് കഴിഞ്ഞു, 3ാം റൗണ്ട് പര്യടനം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ പിണറായി പഞ്ചായത്തിൽ വലിയ ആവേശകരമായ ശിഖരം. ധർമ്മടത്തെ ചരിത്രത്തിൽ പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റം. കാരണം CPM പ്രവർത്തകർ തന്നെ വന്ന് വലിയ സപ്പോർട്ടാണ്. ഞങ്ങൾ ഇത്തവണ എന്തായാലും മാറ്റി ചെയ്യാൻ തയ്യാറാണ്. കാരണം അവർ പറയുന്നത് 10 വർഷമായിട്ട് ഇവിടെ MLA ആരും കണ്ടിട്ടില്ല. ഈ കാറിൽ വന്ന് കൈവീശുന്നതല്ലാതെ ഒരാൾക്ക് പോലും ഒരാളുടെ വീട്ടിലോ അവരുടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷത്തിലോ സങ്കടത്തിലോ MLA ഉണ്ടായിട്ടില്ല. നിങ്ങളിവിടെ തന്നെ ഈ ധർമ്മടത്ത് സർക്കസ് അക്കാദമി അത് പൂട്ടിയിട്ട് ഇരിക്കുകയാണ്. ചക്രകല ആശുപത്രി തുറന്നിട്ടില്ല, പിണറായി പോലീസ് സ്റ്റേഷൻ തുറന്നിട്ടില്ല. അനുഭവേദ്യമായ ഒന്നും ഈ മണ്ഡലത്തിൽ ഒരു ഫയർഫോഴ്സിൻ്റെ കെട്ടിടമില്ല. വാടക കെട്ടിടത്തിലാണ് ഇവിടുത്തെ HRD കോളേജ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ല. അങ്ങനെ പരമദയനീയമാണ് ഈ ധർമ്മടം മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനം. അപ്പോൾ അതിൽ വലിയ പ്രയാസം ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട്. അത്യാവശ്യം ചില റോഡും 1-2 പാലവും വന്നു എന്നതിന് അത് അടിസ്ഥാന വികസനം എല്ലാ ഭരണകൂടത്തിലും ഏറ്റവും കൂടുതൽ ഫണ്ട് കിഫ്ബിയിൽ അനുവദിച്ച ധർമ്മടം മണ്ഡലമാണ്. പെരും തട്ടിപ്പാണ്. ഞാൻ പിണറായി വിജയനെ മീഡിയ 1 ചാനലിലൂടെ വെല്ലുവിളിക്കാൻ, ഒന്ന് ഫേസ് ടു ഫേസ് ഒന്ന് സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. മുഴുവൻ ഈ 8 പഞ്ചായത്തിലെയും വികസന പ്രവർത്തനം, ഇവർ പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എടുത്തിട്ട് പിണറായി വിജയനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒന്ന് ഫേസ് ടു ഫേസ് ഇരിക്കാൻ തയ്യാറുണ്ടോ? പറയട്ടെ, ഇത്ര കോടി രൂപയുടെ ഓരോ പദ്ധതിയും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ വിത്ത് പിക്ചർ ഓരോ ഇവർ പറയും. ഇപ്പോൾ സർക്കസ് അക്കാദമി പറഞ്ഞു, സർക്കസ് അക്കാദമിയുടെ കെട്ടിടത പൂട്ടിയിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിന് നേരെ മുമ്പിലാണ്. അതിക്രമിച്ചു കയറുന്നത് ശിക്ഷാർഹമാണ്. ഇത് തന്നെയാണ് എല്ലായിടത്തും. ഒന്നും എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ ജനങ്ങൾ, പിന്നെ അത് മാത്രമല്ല, ലോക മലയാളികൾ മുഴുവൻ കാത്തുക്കാണ്. ഈ കേരളത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായ ഒരു വ്യക്തിയെ ഈ ധർമ്മടത്തിൻ്റെ മണ്ണിൽ തോൽപ്പിക്കണമെന്ന് അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ പിന്തുണയുണ്ട്. 139 സ്ഥലത്തെയും വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ധർമ്മടത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ്. ആ 130 ലോക മലയാളികളുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം തീർച്ചയായും ഇവിടെ നടക്കും. പിണറായി വിജയൻ തോൽക്കും. ചരിത്രത്തിൽ ആദ്യമായി UDFിൻ്റെ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു UDF MLA ധർമ്മടത്തുണ്ടാവും. വലിയ കോൺഫിഡൻസിലാണ് റഷീദ് സംസാരിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിലുള്ള ഒരു അനുഭവത്തിൻ്റെ പുറത്തുകൂടി ആയിരിക്കും അങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഈ പറയുന്നത് പോലെ നിങ്ങൾ വികസനത്തിൻ്റെ വിഷയം പറയുന്ന സമയത്ത് ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ഹബ്ബ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് അവർ പറയുന്നു എന്ന് പറയുന്നു. എഡ്യൂക്കേഷൻ ഹബ്ബിൽ അഡ്മിഷൻ എടുത്ത എഡ്യൂക്കേഷൻ ഹബ്ബിൻ്റെ ഉള്ളിൽ കയറിയ ഒരു കുട്ടിയെ കാണിച്ചു തരാമെങ്കിൽ, ഒരു കുട്ടിയെ, ഞാനിപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ഹബ്ബിൻ്റെ എൻ്റെ കൂടെ വരണം. അവിടെ എന്താ ഉള്ളത്? എഡ്യൂക്കേഷൻ ഹബ്ബ് കേവലം കുറച്ച് തറകളും കുറച്ച് പണി പൂർത്തിയാകാത്ത കെട്ടിടങ്ങളും മാത്രമാണ്. ഈ എഡ്യൂക്കേഷൻ ഹബ്ബിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ ഏതാ? പാലയാട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 1-2 കോഴ്സുകൾ, പിന്നെ ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന HRD കോളേജ്, ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ITI. അവിടെ പുതുതായി കോളേജൊന്നും വരുന്നില്ല. അപ്പം ഇവിടെ എഡ്യൂക്കേഷൻ 10 വർഷക്കാലമായിട്ട് അവിടെ കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കാത്ത പിണറായി വിജയന് ഇനി എന്ത് ചെയ്യുമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്. പുതുതായി ഒരു കോഴ്സില്ല. അപ്പോൾ പഠിച്ച ബ്രണ്ണൻ കോളേജിനകത്ത് ഒരു ക്യാൻറ്റീൻ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ, അദ്ദേഹം പഠിച്ച കോളേജിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലം MLAക്ക് ഇനി ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാത്തത് ഇനി എവിടെ ഉണ്ടാക്കാനാണ്? അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ ചക്രകല ആശുപത്രി എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നും തുറന്നിട്ടില്ല. പിണറായി പോലീസ് സ്റ്റേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ പോലീസുകാർക്ക് അതിനകത്ത് പ്രവേശനമില്ല. കഴിഞ്ഞ തവണ തളിപ്പറമ്പ് മണ്ഡലത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടാണ് റഷീദ് ഇത്തവണ ധർമ്മടത്തേക്ക് വന്നത്. അതിൽ അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇല്ല, കഴിഞ്ഞ തവണ ഞാൻ തളിപ്പറമ്പ് മത്സരിക്കാൻ ഇറങ്ങിയത് KSU വരവായിരിക്കുമ്പോൾ അപ്പോഴും എന്നെ പരിഹസിച്ചു. ഒരു KSUകാരൻ എന്ത് ചെയ്യാനാണ് ഒരു ചെക്കൻ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ലോകം കണ്ടതാണ്. 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലം ഉൾപ്പെടെ 50,000, 60,000, ശൈല ടീച്ചർ 60,000, വിജൻ 50,000, പയ്യന്നൂരിൽ 50,000 ഒക്കെ കടന്നപ്പോഴും അവിടെ ഞങ്ങൾ കെട്ടിയിട്ടു. ഗോവിന്ദ മാഷ് മണ്ഡലത്തിൻ്റെ പുറത്ത് പോയിട്ടില്ല ഒരു ദിവസം പോലും. മാത്രമല്ല, ബദ്ധവൈരികളായ P. ജയരാജനെ പിടിച്ചിട്ട് ഒരു ദിവസം 12-20 യോഗങ്ങൾ പ്രസംഗിക്കേണ്ടി വന്നു. എന്നിട്ടും 60-ലധികം ബൂത്തുകൾ പൂർണ്ണമായി പിടിച്ചടക്കിയിട്ട് പോലും ആ ഭൂരിപക്ഷം കുത്തനെ കുറയുകയും 1/4 ലക്ഷത്തോളം വോട്ട് 1/4 ലക്ഷത്തോളം വോട്ടാണ് ഞാൻ വർദ്ധിപ്പിച്ചത്. അതേ ഒരു മുന്നേറ്റം തന്നെയാണ് അത് എൻ്റെ ഒരു KSU പ്രായത്തിലാണ്. 5 വർഷം കടന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ധർമ്മടത്തിൽ ഞാൻ താമസിക്കുകയാണ്. 6 വർഷമായി ഈ ധർമ്മട മണ്ഡലത്തിലെ പെരളശ്ശേരി പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് ഞാൻ സ്ഥിരതാമസം. 7 വർഷക്കാലത്തോളം ഞാൻ നിയമപഠനം ഉൾപ്പെടെ നടത്തി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള മണ്ണാണ്. ഓരോ മുക്കിലും മൂലയിലും വ്യക്തിബന്ധമുള്ള ഒരാളാണ്. എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവം, എൻ്റെ പ്രവർത്തകരുടെ കൂട്ടായ്മ, നേതാക്കന്മാരുടെ കൂട്ടായ പ്രവർത്തനം
പ്രവർത്തനം ചരിത്രത്തിലില്ലാത്ത വർക്കാണ്. ഒരു തർക്കമില്ല. ആദ്യത്തെ റിസൾട്ടിൽ ഒരു ക്യാപ്റ്റനാണെന്നാണല്ലോ പറയുന്നത്. ഈ ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ട് ഈ പിണറായി വിജയന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ആദ്യത്തെ ഏറ്റവും ശക്തമായ റിസൾട്ട് അദ്ദേഹത്തിന്റെ പരാജയമായിരിക്കും. പിണറായി പാറപ്പുറത്താണ് CPM ഉദയം കൊണ്ടതെങ്കിൽ അതേ പിണറായി പാറപ്പുറത്തായിരിക്കും കേരളത്തിലെ CPMന്റെ തകർച്ചയുടെ തുടക്കം ഈ ധർമ്മടം മണ്ഡലത്തിൽ. ഒരു തർക്കവും കാര്യത്തിലില്ല. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. റഷീദ് വലിയ ഇതിനകത്താണുള്ളത്. വലിയ പ്രതീക്ഷകളാണ് റഷീദ് ഉള്ളത്. കാരണം ഈ മണ്ഡലത്തിൽ ഇത്തവണ വലിയ തരത്തിലുള്ള അട്ടിമറി നടക്കും. പിണറായി വിജയനെ ധർമ്മടം മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ നേടിയ മുന്നേറ്റം ഇത്തവണ ധർമ്മടത്ത് ആവർത്തിക്കും. ധർമ്മടത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് റഷീദ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ക്യാമറാമാൻ ഷിജിത്തിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.